ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഒരു ട്രെൻഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഏത് രീതിയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അപ് ട്രെൻഡിലാണ്. ഓക്കെ, അപ്പോൾ അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഒരിക്കലും അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകരുത്. ഓക്കെ, അതാണ് ഇവിടുത്തെ സ്റ്റഡി എന്ന് പറയുന്നത്. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് പോകില്ല. അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ സെല്ലിംഗ് പ്രഷർ കൂടുതൽ വരുന്നുണ്ട് എന്നാണ് അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അവസാനത്തെ ലോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയയാണ്. ഓക്കെ, ഏറ്റവും മേളിലത്തെ ആ ഒരു ലോയാണ് അവസാനത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യരുത് ഒരിക്കലും. ഓക്കെ, ഹയർ ലോയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലും അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് അവിടെ ചേഞ്ച് ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്, ആ ഒരു ലോയിനെ കട്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് പിന്നെ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോയില്ല. ഓക്കെ, ആ ട്രെൻഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഈ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പിന്നെ പോവല്ല. ഓക്കെ, ആ ഹൈ വരെയും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാം, ആ ഹൈ വരെ പോകരുത്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ ഒരു അവസാനത്തെ ലോയുടെ ഏരിയയിൽ നിന്നും തന്നെ റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ തിരിച്ചൊന്ന് ജസ്റ്റ് മേപ്പോട്ട് കയറുന്ന കണക്ക് കാണിച്ചിട്ടൊക്കെ റിവേഴ്സ് ആകാം. പക്ഷേ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച് ആയതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഹൈക്ക് മുകളിൽ വീണ്ടും മാർക്കറ്റ് പോകരുത്. ഓക്കെ, ഈ ലോ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് പോകരുത്. ഇത് കൂടുതലും നമ്മൾ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത് ഒന്നുകിൽ ഈ ഒരു എം പാറ്റേൺ പോലെ ഇവിടെ ക്രിയേറ്റ് ആവും. ആ ഒരു ലോയ്ക്ക് അടുത്ത് വന്നിട്ട് ആ ലോയിനെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ടായിരിക്കും താഴത്ത് വരുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ പോവും. ഈ മുകളിൽ നിന്ന് വന്ന ഏരിയയുടെ ഒരു 50% മേപ്പോട്ട് കയറുന്ന കണക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് താഴത്ത് വരും. അപ്പോൾ ഈ താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, അവസാനത്തെ ലോയിനെ കട്ട് ചെയ്ത് വരും, തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് മേളിൽ പോകത്തില്ല, വീണ്ടും താഴെ വരും, തൊട്ട് മുമ്പുള്ള ഹൈ എന്ന് പറയുന്നത് അവസാനത്തെ ഹൈക്ക് പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ താഴത്ത് ഇറങ്ങി വന്നതിന് ശേഷം ഒരു ഡൗണിൽ ഇറങ്ങി വന്നതിന് ശേഷം അവസാനത്തെ ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അതവിടെ മുകളിലോട്ട് ട്രെൻഡ് ചേഞ്ചായി പോകാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ അവസാനത്തെ ഹൈ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക, എവിടെയാണ് അവസാനത്തെ ഹൈ വരുന്നത്. അപ്പോൾ ആ ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കാം, തൊട്ട് മുമ്പുള്ള ഇവിടെയുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ സപ്പോർട്ടാകാം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം, ഇവിടുന്ന് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് വന്നിട്ടോ ഒക്കെ തിരിച്ച് കയറാം. അപ്പോൾ ഇത് പല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് തിരിച്ച് താഴത്തോട്ട് വരുമ്പം അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റരുത്. ഓക്കെ, ഈ ലോ വരെയും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു ലോയ്ക്ക് അടുത്ത് വന്നിട്ട് റിവേഴ്സ് ആകാം, ആ ഒരു ലോയിൽ വന്നിട്ട് റിവേഴ്സ് ആകാം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ആ ഒരു അവസാനത്തെ ഹൈയുടെ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് പോലും സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് പോവാം ഈ ഒരു ഏരിയയിൽ. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ ആ ചേഞ്ചായി പോകുന്ന നേരത്തെ വന്ന ട്രെൻഡിന് എഗെയിൻസ്റ്റ് ആയിരിക്കും പിന്നെ മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ബേസിക്കായിട്ട് പറഞ്ഞതാണ്, നമുക്ക് ചാർട്ടിൽ പോയിട്ട് നോക്കാം. ഇത് നമുക്ക് ഏത് ടൈം ഫ്രെയിമിലും നോക്കാം. ഓക്കെ, നമ്മൾ ഏത് ടൈം ഫ്രെയിമിലാണോ ട്രേഡ് ചെയ്യുന്നത് ആ ടൈം ഫ്രെയിമിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചാർട്ടിൽ ഇത് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴെ നിന്ന് കയറി മുകളിലോട്ട് പോവുക. ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിൽ കയറാൻ നോക്കി, വീണ്ടും താഴെ വന്നു, വീണ്ടും കയറാൻ നോക്കി, താഴെ വന്നു, വീണ്ടും കയറാൻ നോക്കി. അപ്പം ഇവിടെ നിന്നൊരു നല്ലൊരു ബൈയിങ് പ്രഷർ മുകളിലോട്ട് പോയത് ഈ ഒരു ഏരിയയുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് ഇവിടെ. ഓക്കെ, ഈ സപ്പോർട്ടിനെ നമ്മൾ മെയിനായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്, ആ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റ് നല്ല കണക്ക് വരാൻ പറ്റി. ഓക്കെ, ഇവിടുന്ന് താഴെ വന്നു, ലോയ്ക്ക് താഴത്ത് പോകാൻ പറ്റുന്നില്ല, ഈ ലോ വരെയും സപ്പോർട്ടാകാം. ഓക്കെ, അപ്പോൾ ഇവിടെ വന്നു, തിരിച്ച് കയറിയപ്പോൾ തൊട്ട് മുമ്പുള്ള ഈ ഒരു മെയിൻ ഹൈക്ക് മേളിൽ പോകാൻ പറ്റാതെ അവിടെ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ആ ലോയിനെ കട്ട് ചെയ്തു.
അപ്പോൾ ഈ ലോയിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രെൻഡ് അവിടെ ചേഞ്ചായി താഴത്തോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന്. അപ്പോൾ നമ്മൾ തിരിച്ച് എവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടുമെന്ന് നോക്കണം. ഓക്കെ, ഒന്നുകിൽ നേരത്തെ ഈ ഒരു ലോ തന്നെ റെസിസ്റ്റൻസ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ ജസ്റ്റ് കയറുന്ന കണക്ക് കാണിച്ചിട്ട് തിരിച്ചിറങ്ങാം. ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മുകളിൽ പോകരുത്, പിന്നെ അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴത്തോട്ട് വരാം എന്നുള്ളൊരു വ്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തത് ഈ ഒരു പോയിൻ്റ്, ആ ബ്രേക്ക് ചെയ്തെടുത്ത് ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് ഇറങ്ങി താഴെ വന്നു, ഇവിടെ നിന്നൊരു ബൈയും പ്രഷർ മുകളിലോട്ട് കാണിച്ചിട്ടാണ് തിരിച്ചിറങ്ങിയത്. അപ്പം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തത് ഈ ഒരു ലോയിനെ കട്ട് ചെയ്ത് തിരിച്ച് കയറിയപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തത് ഈ ഒരു ഹൈ ആണ്. ഓക്കെ, അപ്പോൾ തിരിച്ച് കയറുമ്പോൾ എവിടെ റെസിസ്റ്റൻസ് എടുക്കാമോ ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് താഴത്തോട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാം. ഒന്നും കൂടെ പറയാം, താഴെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറുമ്പോൾ ഈ ഒരു അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ട്രെൻഡ് അവിടെ ചേഞ്ചായി മാർക്കറ്റ് താഴത്തോട്ട് പോകാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് ബ്രേക്കായി തിരിച്ച് മുകളിലോട്ട് ചെല്ലുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് എവിടെ ആക്ട് ചെയ്യാം, അപ്പോൾ ആ ഒരു ഏരിയയ്ക്ക് മുകളിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് ലോസും കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പുള്ള റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാവുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് താഴത്തോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. നമുക്ക് ഈ ഒരു ഏരിയ ഒന്ന് നോക്കാം. മാർക്കറ്റ് മുകളിൽ കയറാൻ നോക്കി, തിരിച്ച് താഴത്ത് വന്നു, വീണ്ടും പുതിയൊരു ഹൈ വെച്ചു, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് പോയില്ല, വീണ്ടും കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വന്നില്ല. ഇവിടെയായിരുന്നു അപ്പോൾ അവസാനത്തെ ഒരു ലോ എന്ന് പറയുന്നത്. ഇവിടെ എന്തായി, ആ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റി. ഓക്കെ, മുകളിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് ആ ലോയ്ക്ക് താഴത്ത് വരാൻ പറ്റി. എക്സാക്റ്റ് ആ ഒരു ലോയിനെ തന്നെയാണ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാൻ നോക്കി. അപ്പോൾ താഴെ വരാൻ നോക്കി, തിരിച്ച് വീണ്ടും കയറാൻ നോക്കിയപ്പോൾ തൊട്ട് മുമ്പുള്ള അതേ റെസിസ്റ്റൻസിനെ തന്നെ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴെ വരാമെന്ന്. ഓക്കെ, അത്യാവശ്യം 1:2 ഒക്കെ നമുക്ക് റിസ്ക് റിവാർഡ് എന്തായാലും കിട്ടും ഈ ഒരു ട്രെൻഡ് ചേഞ്ച് ആയതിനു ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇത് താഴത്തോട്ട് വന്നിട്ട് മാർക്കറ്റ് താഴെ വന്നുള്ള അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറിയാൽ മുകളിലോട്ട് ആ ട്രെൻഡ് ചേഞ്ച് ആവുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ തിരിച്ച് കയറാൻ നോക്കി, താഴെ വന്നു. അപ്പോൾ അവസാനത്തെ ഹൈ എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഏരിയ. അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ബൈയും പ്രഷർ കൂടുതൽ വരുന്നു, ആ ട്രെൻഡ് ചേഞ്ചായി മുകളിലോട്ട് പോകാമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്തായി, ഈ ഒരു അവസാനത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോ വരെയും സപ്പോർട്ടാകാം, അല്ലെങ്കിൽ ഈ ഒരു അവസാനത്തെ റെസിസ്റ്റൻസിൻ്റെ ഏരിയ പോലും സപ്പോർട്ടാകാം. അപ്പോൾ എക്സാക്റ്റ് ആ ഒരു തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് അടുത്തും അതുപോലെ നേരത്തെയുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയ്ക്ക് അടുത്തും വന്ന് ബോഡി ക്ലോസ് വെച്ചിട്ടാണ് മാർക്കറ്റ് പിന്നെ തിരിച്ച് വീണ്ടും മുകളിലോട്ട് പോകാൻ നോക്കി. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ തൊട്ട് മേളിൽ എവിടെയാണോ ഒരു മെയിൻ റെസിസ്റ്റൻസ് ഏരിയ ടൈറ്റ് ചെയ്യുന്നത് അവിടെ വേണമെങ്കിൽ നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ 1:2 മിനിമം നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം അവസാനത്തെ ലോയും അവസാനത്തെ ഹൈയും കട്ട് ചെയ്യുന്ന ആ ഒരു ഏരിയ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് കയറി താഴെ വരാൻ നോക്കി, തിരിച്ച് വീണ്ടും കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് പോയില്ല, തിരിച്ച് വീണ്ടും കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് ബോഡി സ്ട്രോങ് ആയിട്ട് ക്ലോസ് വെച്ചാലേ നമുക്ക് കൺഫർമേഷൻ എടുക്കാൻ പറ്റും, അല്ലാതെ വിക്ക് അടിച്ചിട്ടോ ചെറുതായിട്ടൊന്നൊരു ബോഡി ക്ലോസ് വെച്ചിട്ടോ ഒന്നും കാര്യമില്ല. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ഈ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റുന്നത് നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സ്ട്രോങ് ആയിട്ട് സെല്ലിംഗ് പ്രഷറിന് വരാൻ പറ്റി. മാർക്കറ്റ് അവസാനത്തെ ലോയും കട്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ട് മാർക്കറ്റിന് ബോഡി ക്ലോസ് വെച്ച് ഇറങ്ങാൻ പറ്റി. അപ്പോൾ എന്തായി, അവിടെ സെല്ലിംഗ് പ്രഷർ കൂടുതൽ വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ട്രെൻഡ് അവിടെ ചേഞ്ച് ആവുന്നു. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ താഴെ വന്നിട്ട് തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള റെസിസ്റ്റൻസ് എവിടെയാണോ അവിടെ നിന്ന് പോലും മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ളത്. ഓക്കെ, അപ്പം മുകളിലോട്ട് തിരിച്ച് കയറുമ്പോൾ ആ ഒരു ഇറങ്ങി വന്ന ഹൈക്ക് മുകളിൽ പോകരുത്, ആ ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം എന്നതായിരിക്കണം നമ്മുടെ വ്യൂ. അതിനുശേഷം എന്തായി, അവസാനത്തെ ലോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് കയറുമ്പോൾ അവസാനത്തെ ഹൈക്ക് മുകളിൽ പോയിൽ അവിടെ നിന്ന് ആ ട്രെൻഡ് താഴത്തോട്ട് വീഴാം. ഓക്കെ, ഇത് തുടക്കത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും, കാരണം ഈ ഒരു ഏരിയകൾ കണ്ടുപിടിക്കുന്നതിൽ. അപ്പോൾ കുറച്ച് സമയം അതിന് കൊടുത്തിട്ട്
നല്ല രീതിയിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ ചില സമയത്ത് എന്താ പറയുക, ഇപ്പം നമ്മൾ 100% ഒരു ട്രേഡും വർക്കിംഗ് ആകത്തില്ല, 100 ട്രേഡും നമുക്ക് കിട്ടണമെന്നില്ല. ഇടയ്ക്ക് SLകളും വരാം, അതിനെ കാര്യമാക്കണ്ട. അത് ചെറിയ SL കൊടുക്കുക അങ്ങനെ വരുന്ന സമയത്ത്. ഓക്കെ, ഇപ്പോൾ ഒരു 10 ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ആയാലും ഒരു 8 ട്രേഡ് എന്തായാലും ടാർഗറ്റ് തരുന്നതായിരിക്കും. അപ്പോൾ അതിൽ 2 ട്രേഡ് SL വന്നാലും അത് കാര്യമാക്കണ്ട. ഇപ്പോൾ ഈ ഒരു ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല. വീണ്ടും താഴെ വന്നു, തിരിച്ച് കയറാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല. വീണ്ടും താഴെ വരാൻ നോക്കി, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല. വീണ്ടും താഴെ വന്നു, തിരിച്ച് വീണ്ടും ഒരു ഹൈ വെച്ചു, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകുന്നില്ല. അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ ഹൈക്ക് മേളിൽ കയറാൻ പറ്റിയാലേ ആ ട്രെൻഡ് അവിടെ ചേഞ്ച് ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ ബോഡി ക്ലോസ് വെച്ച് കയറാൻ പറ്റി. ഓക്കെ, ബോഡി ക്ലോസ് വെച്ച് കയറാൻ പറ്റി. അപ്പോൾ തിരിച്ചു വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ലോ എവിടെയാണോ ആ ലോയിൽ നിന്ന് പോലും മാർക്കറ്റ് റിവേഴ്സായി തിരിച്ച് മുകളിലോട്ട് അടുത്ത ടാർഗറ്റ് വരെ പോകാം എന്നുള്ള വ്യൂ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്. ജസ്റ്റ് ഒന്നും കൂടി പറയാം, ഇതിങ്ങനെ കയറി കയറി പോകുന്ന മാർക്കറ്റ് ഒരിക്കലും അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വരരുത്. അതാണ് അവിടുത്തെ വ്യൂ. ഈ അവസാനത്തെ ലോയ്ക്ക് താഴത്ത് വന്നു കഴിഞ്ഞാൽ ആ ട്രെൻഡ് അവിടെ ചേഞ്ച് ആകുന്നു. തിരിച്ച് കയറുമ്പോൾ തൊട്ട് മുമ്പുള്ള ഹൈ വരെയും റെസിസ്റ്റൻസ് ആകാം. ആ ഒരു ഹൈ വരെ പോകാതെ ആയിരിക്കും മിക്കവാറും മാർക്കറ്റ് താഴത്തോട്ട് വീണ്ടും ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ താഴെ വന്നിട്ട് ഈ ഒരു അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇത് കണക്കുള്ള ഡബ്ല്യു പാറ്റേൺ, മേളിലാണെങ്കിൽ M പാറ്റേൺ, ചിലപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പോലെ കാണിക്കും. അങ്ങനെ പല പാറ്റേൺസിലും ക്രിയേറ്റ് ആവാം ആ ഒരു ഏരിയയിൽ. അപ്പോൾ ഈ ഒരു അവസാനത്തെ ഹൈക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ തൊട്ട് മുമ്പുള്ള ഈ ഒരു ലോ വരെയും സപ്പോർട്ടാകാം. ആ ലോയ്ക്ക് താഴത്ത് പോകരുത്. ഓക്കെ, പിന്നെ മാർക്കറ്റ് സഞ്ചരിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് ആ ട്രെൻഡായിട്ട് പോകുമ്പോൾ എപ്പോഴും മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഹൈ വെക്കും, തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് വരത്തില്ല. അങ്ങനെയായിരിക്കും പോകുന്നത്. താഴത്തോട്ട് വരുമ്പോൾ അതേ കണക്ക് തന്നെ തിരിഞ്ഞു വരും. തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാതെ തൊട്ട് മുമ്പുള്ള ലോയിനെ കട്ട് ചെയ്ത് ഇറങ്ങും താഴത്തോട്ട് വരും. ഓക്കെ, ഇങ്ങനെ തൊട്ട് മുമ്പുള്ള ലോയ്ക്ക് താഴത്ത് കട്ട് ചെയ്ത് ഇറങ്ങും. ഇങ്ങനെയായിരിക്കും ആ ഒരു ട്രെൻഡ് സഞ്ചരിക്കുന്നത്. അപ്പം എവിടെ വെച്ചിട്ടാണോ അവസാനത്തെ ഹൈക്ക് മുകളിൽ മാർക്കറ്റിന് കയറാൻ പറ്റുന്നത്, അപ്പോൾ ആ ഒരു ട്രെൻഡ് ചേഞ്ചായി മുകളിലോട്ട് പോകാം. ഇവിടെ മുകളിലോട്ട് പോയിട്ട് അവസാനത്തെ ലോയിനെ എവിടെ വെച്ചാണോ കട്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് ആ ട്രെൻഡ് ചേഞ്ചായി താഴത്തോട്ട് വരാം എന്നാ വ്യൂ. ഓക്കെ, അപ്പോൾ ഇത് ചാർട്ടിൽ പോയിട്ട് നിങ്ങൾ എല്ലാ ടൈം ഫ്രെയിമിലും ഒന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക നല്ല രീതിയിൽ. എല്ലാ ടൈം ഫ്രെയിമിലും, ഡെയിലിയിൽ, വീക്കിലിയിൽ, 1 അവറിൽ, 5 മിനിറ്റിൽ, 5 മിനിറ്റിലൊക്കെ ഒരുപാട് നമുക്ക് ഈ ട്രെൻഡ് ചേഞ്ച് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും 5 മിനിറ്റിൽ തന്നെ നോക്കി ചെയ്യുക. ഓക്കെ, ഏത് ടൈം ഫ്രെയിമിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡ് ആണെങ്കിൽ ആ സ്വിംഗ് ട്രേഡിൽ ഇത് ചെയ്യാം. ഏത് ടൈപ്പ് ട്രേഡിങ്ങിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഈ ട്രെൻഡ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, അത്യാവശ്യം നമുക്ക് കുഴപ്പമില്ലാത്ത ടാർഗറ്റുകൾ കിട്ടും. ഇടയ്ക്ക് SL വന്നാലും അതിനെ കാര്യമാക്കണ്ട, ഓവറോൾ പ്രോഫിറ്റിൽ തന്നെയാവാം. ഈ ഒരു അവസാനത്തെ ലോയും അവസാനത്തെ ഹൈയും കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് അവിടെ എൻട്രി പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത് നല്ല രീതിയിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, സമയമെടുത്ത് ചെയ്താൽ മതി. ഓക്കെ, തുടക്കത്തിൽ ചെറിയ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കുറച്ച് സമയം കൊടുക്കുക, അപ്പോൾ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിപ്പിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.